എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ എവിടെയായിരുന്നു തുടങ്ങിയത്? ആധുനിക കവിത്രയത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു ക്ലാസ് ആരംഭിച്ചത്. നമ്മള് കുമാരനാശാനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള് ചർച്ച ചെയ്തു. ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. ഇനിയും വാട്സപ്പ് ഗ്രൂപ്പില് അംഗമാകാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അംഗമാവുക. കൂടുതൽ ചോദ്യങ്ങള്, മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിലൂടെ പരിചയപ്പെടാം. ആശാനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെ കുറിച്ച്, അവ പ്രസിദ്ധീകരിച്ച വർഷത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ചുണ്ടായ പഠനങ്ങളെ കുറിച്ചൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളില് വിശദമായി തന്നെ ചർച്ച ചെയ്തു. ആശാന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൃതികളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. അതാരായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഉള്ളൂരിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നമ്മള് ആശാനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എന്താണ്? ആശാന്റെ പല കൃതികളും നമുക്ക് പരിചിതമാണ്. വീണപൂവായാലും നളിനി ആയാലും ലീലയായാലും ഒക്കെ നമ്മള് ആ കൃതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീതയെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവയെ കുറിച്ച്, ആ ചർച്ചകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആശാന്റെ കൃതിയിലെ പല വരികളും നമുക്ക് ഹൃദിസ്ഥമാണ്. നമ്മൾ ഇടക്കിടക്ക് ചൊല്ലാറുമുണ്ട്. വീണപൂവിലെ വരിയായാലും നമ്മള് കരുണയിലെ സമയമായില്ല പോലും ഈ വരികളായാലും ഒക്കെ ഇടക്കിടക്കേ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വരികളാണ്. പക്ഷെ ഉള്ളൂരിലേക്ക് വരുമ്പോൾ പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്. അദ്ദേഹം സംസ്കൃത പദങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കഠിന പദങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കവിതകളാണ് ഉള്ളൂർ രചിച്ചത് എന്നൊരു ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആശാനോട് കാണിച്ച അല്ലെങ്കിൽ ആശാന്റെ ആ ഒരു ജനകീയത ഉള്ളൂരിന് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ ആയിരിക്കാം കാരണമെങ്കിലും വളരെ ലളിതമായ ഭാഷയില് അദ്ദേഹം രചിച്ച കൃതികളുമുണ്ട്. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഒക്കെ ധാരാളം അഗാധമായ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1877 തൊട്ട് 1949 വരെയാണ്. ശ്രദ്ധിക്കുക. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും മഹാകാവ്യം. ഉള്ളൂരിന്റെ മഹാകാവ്യമാണ് ഉമാകേരളം. തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ചൊക്കെ, കേരള ചരിത്രത്തെ കുറിച്ചൊക്കെ അതില് പറയുന്നുണ്ട്. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം. ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് നമ്മുടെ കുമാരനാശാനായിരുന്നു. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, 13 ഖണ്ഡകാവ്യങ്ങളാണ് അദ്ദേഹം രചിച്ചത്. വഞ്ചീശഗീതി, ഒരു നേർച്ച, ഗജേന്ദ്രമോക്ഷം, മംഗളമഞ്ജരി, കർണഭൂഷണം, പിങ്കള, ചിത്രശാല, ചിത്രോദയം, ഭക്തിദീപിക, മിഥ്യാപവാദം, ദീപാവലി, ചൈത്രപ്രഭാവം, ശരണോപഹാരം. നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ചോദ്യം വന്നേക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉള്ളൂരിന്റെ ഖണ്ഡകാവ്യങ്ങൾ ഏതൊക്കെ? തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് നെറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 13 ഖണ്ഡകാവ്യങ്ങളുടെ പേര് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ പ്രധാനപ്പെട്ടവയെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഉമാകേരളം. അദ്ദേഹം രചിച്ച ചമ്പു ആണ് സുജാതോദ്വാഹം. ശ്രദ്ധിക്കുക, ചമ്പു ശ്രദ്ധിക്കുക. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉള്ളൂരാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ, അതും ശ്രദ്ധിക്കുക. ഇനി അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ ഏതൊക്കെ? നമ്മൾ ആദ്യമൊക്കെ ഉള്ളൂരിനെ കുറിച്ച് വളരെ ഡയറക്റ്റ് ആയ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അദ്ദേഹത്തിന് മഹാകവി പട്ടം നൽകിയത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. വർഷം ശ്രദ്ധിക്കുക, 1937. കാശി വിദ്യാപീഠം അദ്ദേഹത്തിന് സാഹിത്യഭൂഷൺ ബഹുമതി നൽകി. കേരള തിലകം ബഹുമതി നൽകിയത് യോഗക്ഷേമ സഭയായിരുന്നു.
റാവു സാഹിബ് ബിരുദം നൽകിയത് റാവു സാഹിബ് ബഹുമതി നൽകിയത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ഇത് നൽകിയത് എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഇനി ഉള്ളൂരിന്റെ ആദ്യ ഖണ്ഡകാവ്യം കർണഭൂഷണമാണ്. ഉള്ളൂരിന്റെ ആദ്യ ഖണ്ഡകാവ്യം കർണഭൂഷണം. ശ്രദ്ധിക്കുക, ഉള്ളൂരിന്റെ ആദ്യ ഖണ്ഡകാവ്യം കർണഭൂഷണം. അതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. കൈരളിയുടെ കർണപുണ്യം എന്നാണ് ഈ കൃതിയെ കുറിച്ച് സഞ്ജയൻ പറഞ്ഞിട്ടുള്ളത്. കൈരളിയുടെ കർണപുണ്യം എന്ന് കർണഭൂഷണത്തെ വിശേഷിപ്പിച്ചത് സഞ്ജയനായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഉള്ളൂരിന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാന ബഹുമതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ 13 ഖണ്ഡകാവ്യങ്ങളുടെ പേരും ഒക്കെയാണ് പഠിച്ചത്. അപ്പോ ക്ലാസിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം വരിക എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം പഠിച്ച് വളരെ റെഡി ആയിട്ടിരിക്കുക പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടി. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.